റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദ്യം, മാതാപിതാക്കൾ മരണപ്പെട്ടാലും അവരോടുള്ള പുണ്യം ഉണ്ടോ? അവർക്ക് നന്മ ചെയ്യൽ ശേഷിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറയാണ്, നാം അതേ ഉണ്ട്. എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കണം, അസ്സലാത്തു അലൈഹിമ, മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള സലാത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യൽ. വൽഇസ്തിഗ്ഫാറു ലഹുമ, അവർക്ക് വേണ്ടി പാപമോചനത്തേട്ടം നടത്തൽ, അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കാൻ അള്ളാഹിനോട് ദുആ ചെയ്യൽ. പിന്നെ വംഫാദു അഹദിഹിമ, അവർ ചെയ്ത വസിയ്യത്തുകൾ അത് നിർവഹിക്കൽ. വസിലത്തുർ റഹിം അല്ലദീ ലാ തുസലു ഇല്ലാ അൻ തരീഖിഹിമ, മാതാപിതാക്കളിലൂടെ ചേർക്കേണ്ട രക്തബന്ധങ്ങൾ അത് ചേർക്കൽ. മാതാപിതാക്കൾ അവരിലൂടെ ചേർക്കേണ്ട അവരുടെ മാതാപിതാക്കൾ, അവരുടെ സഹോദരങ്ങൾ, അവരുടെ സഹോദരികൾ, അവരുടെ സഹോദരങ്ങളുടെ മക്കൾ, സഹോദരികളുടെ മക്കൾ, ഇങ്ങനെ മാതാപിതാക്കളുടെ മാർഗേണ നമ്മൾ ചേർക്കേണ്ട രക്തബന്ധങ്ങൾ ചേർക്കൽ. അതേപോലെ വഇക്റാമു സദീഖിഹിമ, മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കൽ. നമ്മുടെ കൂട്ടുകാരല്ല, പിന്നെ മാതാപിതാക്കളുടെ കൂട്ടുകാരെ ആദരിക്കൽ. ഇതൊക്കെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് ബനൂ സലമ ഗോത്രക്കാരന്റെ ചോദ്യത്തിനോട് പ്രതികരിക്കേണ്ടത്. അവർ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞാലും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതിന്റെ, പുണ്യം ചെയ്യുന്നതിന്റെ പ്രാധാന്യം, ആവശ്യകത പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. അതുകൊണ്ടാണ് നമ്മൾ ഇസ്ലാമിക ചരിത്രത്തിൽ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഖതീബ് ഇവിടെ ഉണർത്തിയതല്ല, പക്ഷെ ഞാനത് മനസ്സിലാക്കാൻ ഒരു ചരിത്രം അനുബന്ധമായി പറയുന്നു എന്ന് മാത്രം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള വഴിയിൽ ഒരു അറാബിയെ കാണുകയാണ്. അറാബി എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമീണൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തെ കണ്ട മാത്രയിൽ തന്റെ ഒട്ടകപ്പുറത്തുനിന്ന് ഇറങ്ങി, വാഹനപ്പുറത്തുനിന്ന് ഇറങ്ങി. എന്നിട്ട് അദ്ദേഹം ധരിച്ചിരുന്ന ശിരോവസ്ത്രം, തലപ്പാവ്, അത് ഈ അറാബിയെ ധരിപ്പിച്ചു. അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വാഹനം അത് ആ അറാബിക്ക് കൈമാറി. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു യാത്രാമൃഗത്തെ കൈമാറുക എന്ന് പറയുമ്പോൾ, അദ്ദേഹം ധരിച്ച വസ്ത്രം അണിയിക്കുക എന്ന് പറയുമ്പോൾ, വസ്ത്രം അണിയിച്ചപ്പോൾ ആർക്കും ഒരു വിഷയം ഉണ്ടായില്ല. പക്ഷെ ഈ യാത്രാമൃഗത്തെ കൂടി കൊടുത്തപ്പോൾ ഒരു അറാബിയാണ്, എന്തിനാണ് നിങ്ങൾ ഇത്രത്തോനെ അദ്ദേഹത്തിന് പാരിതോഷികങ്ങൾ നൽകി ആദരിച്ചതെന്ന് ചോദ്യം ഉണ്ടായി. അപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നത്, ഈ അറാബി എന്റെ ഉപ്പ ഉമറിന്റെ കൂട്ടുകാരനായിരുന്നു എന്നുള്ളതാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, വാപ്പാന്റെ ഇക്റാമു സദീഖിഹിമ എന്ന് പറയുമ്പോൾ മാതാപിതാക്കളുടെ സഹോദരങ്ങളെ ആദരിക്കുക എന്ന് പറയുന്നത് എത്രമേൽ മഹനീയം. ഇതാണ് ഈ ചരിത്രം നമ്മളെ ഉണർത്തുന്നത്, ഓർമ്മിപ്പിക്കുന്നത്.